കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കൂടി നമ്മൾ ഒരു സ്കൂട്ടറിലോ ആട്ടോയിലോ കാറിലോ ബസ്സിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ സഞ്ചരിച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും തുടങ്ങിയിരിക്കുന്നത് രാജാവിന്റെ കാലത്താണ്. ജനാധിപത്യ സർക്കാരുകൾ 1957 മുതൽ 2025 വരെ എടുത്താൽ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ വളരെ വലിയ പ്രശ്നമാണ്. ഉണ്ടാക്കിയതിനൊക്കെ വലിയ വിവാദമായിട്ടുണ്ട്. ഒരു RCC റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ടാക്കി, അതിനെതിരെ വലിയ വിവാദമാണ്. അന്ന് കരുണാകരൻ അത് കൊടുക്കുമ്പോൾ ഡോക്ടർ എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അന്നത്തെ അറിയപ്പെടുന്ന ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള എം കൃഷ്ണൻ നായർ സാറിന്റെ രക്തം വിയർപ്പാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടാണ് RCC വന്നത്. പിന്നെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ വന്നത് മറ്റൊരു സ്ഥാപനമായി തുടങ്ങിയതിന്റെ തർക്കത്തിലെ കോൺഗ്രസിന്റെ ജി കാർത്തികൻ അടക്കമുള്ള ആളുകൾ തുടങ്ങിയ ഒരു സ്ഥാപനത്തിലുണ്ടായ അവർ തമ്മിലുള്ള ഒരു ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കരുണാകരൻ വിചാരിച്ചുവെങ്കിൽ പിന്നെ അത് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് വെച്ച രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ. ഇത് രണ്ടും കഴിച്ചാൽ പിന്നെ ടെക്നോ പാർക്ക് വന്നത് വേറൊരു കഥ. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് ആകട്ടെ, ആർട്സ് കോളേജ് ആകട്ടെ, വിമൻസ് കോളേജ് ആകട്ടെ, സംഗീത കോളേജ് ആകട്ടെ, പിന്നെ അതുപോലെ തന്നെ തക്കാട് ആശുപത്രി, മെഡിക്കൽ കോളേജ്, യൂണിവേഴ്സിറ്റി, ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് പൈപ്പ് ലൈൻ സംവിധാനം എല്ലാം തുടങ്ങിയിരിക്കുന്നത് രാജാവിൻ്റെ കാലത്താണ്. ഇതിനകത്തുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ വലിയൊരു തർക്കം നടക്കുകയാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്, ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇതൊരു വാർത്ത ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം നമുക്ക് വേറെ യാതൊരു താല്പര്യവും ഇതിനകത്തില്ല. നമുക്കൊരാളോടും ഒരു വിരോധവുമില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പൊതുസമൂഹത്തിൽ വയ്ക്കുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തെ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. AK ആൻ്റണിയുടെ കാലത്ത് 1977 AK ആൻ്റണി ഒരു കുറച്ച് 10-15 സെൻറ്റ് സ്ഥലം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് കൊടുത്തുവെന്നും അത് പിന്നെ ഒരുപാട് സ്ഥലം കയ്യേറിയെന്നും അതിന് പിന്നെ പട്ടയമില്ലെന്നും ഒക്കെ പറഞ്ഞ് കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഇന്നലെ RS ശശികുമാർ, അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ ജോയിന്റ് രജിസ്ട്രാർ ആവുകയും പിന്നെ കോട്ടയം യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും സിൻഡിക്കേറ്റ് മെമ്പറുമായിരുന്ന ഡോക്ടർ RS ശശികുമാർ, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന ഒരു പരിശ്രമത്തിന്റെ ഫലമായി നിരവധി വിവരാവകാശ രേഖകൾ എടുക്കുന്നു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രേഖ എടുക്കുന്നു, ഗവർണർക്ക് പരാതി കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിഷയം വളരെ ലളിതമാണ്. അദ്ദേഹം ഉയർത്തുന്ന വിഷയം വളരെ ലളിതമാണ്. എനിക്കതിനകത്ത് ഒരു പങ്കുമില്ല. അദ്ദേഹം ഉയർത്തുന്നതാണ് വിഷയം. അദ്ദേഹം ഉയർത്തുന്ന വിഷയം 1944 എന്ന് പറഞ്ഞാൽ എത്ര വർഷം എന്ന് നോക്കണം. 1944 അന്ന് ഐക്യ കേരളമായിട്ടില്ല. കേരളമാവുന്നതിന് മുമ്പ് 44 തിരുവിതാംകൂർ രാജാവ് 20/11/1944 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആക്ടിന്റെ സബ്സെക്ഷൻ A പ്രകാരം സബ്സെക്ഷൻ Aയിലെ 21ാമത്തെ സെക്ഷൻ പ്രകാരം കുറെ സ്ഥലം യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുമ്പോൾ തന്നെ പക്ഷേ അതിനകത്ത് പറയുന്നുണ്ട് ഇത് മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് പറയുന്ന കുറച്ച് സ്ഥലമാണ് യൂണിവേഴ്സിറ്റിക്ക് പാളയത്ത് കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ കുമാരനാശാൻ ഫ്രണ്ടിൽ നിന്നതിന് മാറ്റുവൻ ചട്ടങ്ങളെ എന്നൊക്കെ പറയുന്ന ആ പ്രതിമയൊക്കെ ഇരിക്കുന്ന പാളയത്തിരിക്കുന്ന സ്ഥലം, AK സെന്ററിന്റെ ഒക്കെ അടുത്തിരിക്കുന്ന സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണ് യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്. അത് 55 അതിനകത്തുള്ളതിൽ 55 സെന്റ് പുറമ്പോക്കായിട്ട് കിടപ്പുണ്ടെന്നാണ് രേഖകൾ ശശികുമാർ RS ശശികുമാർ പുറത്തുകൊണ്ടിരിക്കുന്ന രേഖകൾ പ്രകാരം 55 സെന്റ് പുറമ്പോക്കുണ്ടെന്നും അതിലൊരു 15 സെന്റ് സ്ഥലം 20/8/1977 ജിയോ ഗവൺമെന്റ് ഓർഡർ MS മിസലേനിയസ് നമ്പർ 011N011/72/77 RD എന്ന് പറയുന്ന ഒരു 71/17 തോന്നുന്നു RD എന്ന് തോന്നുന്ന ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം പിന്നെ ഇത് യൂണിവേഴ്സിറ്റിക്ക് AKG സെന്റർ നടത്താനുള്ള AKG പഠന ഗവേഷണ കേന്ദ്രമാണ്, AKG സെന്റർ അല്ല, AKG പഠന ഗവേഷണ കേന്ദ്രം നടത്താനുള്ള ഒരു അനുവാദം കൊടുക്കുന്നു. ഇത് CPM രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ചുള്ള ഒരു സംഘടനയ്ക്കാണ് ഇത് നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിശദമായ എൻ്റെ നോട്ട് വായിച്ചിട്ടില്ല, പക്ഷേ കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ പ്രകാരം അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ചാണെങ്കിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുകയാണെങ്കിലോ എന്തായാലും AKG പഠന ഗവേഷണ കേന്ദ്രത്തിനാണ് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥലം 15 സെന്റ് സ്ഥലമേ കൊടുത്തിട്ടുള്ളൂവെങ്കിലും അതിൽ 55 സെന്റ് സ്ഥലം ഇപ്പോൾ പുറമ്പോക്കായിട്ടുള്ള 55 സെന്റ് സ്ഥലവും AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ CPM കൈക്കലാക്കുകയും അവർ അവിടെ പാർട്ടി ഓഫീസും പിന്നെ AKG ഹാൾ പണിത് അത് വാടകയ്ക്ക് കൊടുക്കുന്നു. AC ഹാളാണ്, നല്ല ഹാളാണ്. ഇതിലുണ്ടടുത്ത് അങ്ങനെ ഹാളില്ല. അത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നൊരു ഹാളാണ്. ഞാൻ നിരവധി പരിപാടിക്ക് അവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇതിലുണ്ടടുത്തൊരു ഹാൾ കിട്ടാനുമില്ല. പക്ഷേ എല്ലാവർക്കും കൊടുക്കത്തില്ല, പ്രധാനപ്പെട്ട ആളുകൾക്ക് കൊടുക്കത്തുള്ളൂ, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ പാർട്ടിക്കാരുമായിട്ടുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും
നല്ലൊരു ഹാളൊക്കെ ഉണ്ട് അവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സമ്മേളനമൊക്കെ നടക്കുന്നത്. ഈ ഹാള് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ സർക്കാരിന്റെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ 55 സെന്റ് സ്ഥലത്തിൽ 15 സെന്റിൽ AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്നതിന് പകരം അതിന്റെ കെയർ ഓഫിൽ പാർട്ടി ഓഫീസ് പ്രവർത്തിപ്പിക്കുകയും അവിടെ ഒരു AKG ഹാൾ ഉണ്ടാക്കുകയും അത് വാടകയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ബിസിനസ് പോലെ കച്ചവടം പോലെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് അത് ആർട്ടിക്കിൾ 226 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 226 ലംഘനമാണത്. കാരണം ആർട്ടിക്കിൾ 206 അനുസരിച്ച് പബ്ലിക് പ്രോപ്പർട്ടിയെ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണെന്നും അത് ഏതെങ്കിലും ഒരു പർപ്പസിന് കൊടുക്കുന്ന പർപ്പസ് മാറിയാൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടാവുന്നതും വസ്തു തിരിച്ചെടുക്കാവുന്നതാണോ എന്നൊക്കെ പറയുന്ന നിയമം. അങ്ങനെ അച്യുതാനന്ദൻ സെന്ററിനോട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സെന്ററുകൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ ആളുകളുടെ PS ശ്രീനിവാസന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. പഴയ പിന്നെ ആളുകൾ മരിച്ചു പോയിട്ടുള്ള ചന്ദ്രചൂഡന്റെ പേരിൽ കൊടുത്തിട്ടുണ്ട്. പല ആളുകളുടെ പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ 5, 10, 15 സെന്റും ഒക്കെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ സ്ഥാപനം നിർത്തുന്നുണ്ട്. P. ഗോവിന്ദപിള്ള മെമ്മോറിയൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പലർക്കും കൊടുത്തിട്ടുണ്ട്, പലരുടെ പേരിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ AKGയുടെ പേരിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രം നടത്തുക എന്നുള്ളതാണ്. അത് CPM പഠന ഗവേഷണ കേന്ദ്രം പോലും അല്ല, AKGയുടെ പേരിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രം. അപ്പോൾ അവിടെ എന്ത് പഠനവും നടത്താം എന്നുള്ള വളരെ പൊതുവായ താല്പര്യം വെച്ചുകൊണ്ടുള്ള പൊതുജന താല്പര്യം വെച്ചുകൊണ്ടുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി 15 സെന്റ് സ്ഥലം കിട്ടുകയും അത് പിന്നെ 55 സെന്റിലേക്ക് വ്യാപിപ്പിക്കുകയും യൂണിവേഴ്സിറ്റി ഇത് സംബന്ധിച്ച് പിന്നെ ആക്ഷൻ ഒന്നും എടുക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശശികുമാറിന്റെ വാദം. അതുകൊണ്ട് ഇപ്പൊ ശശികുമാർ ആവശ്യപ്പെടുന്നത് AKG പഠന ഗവേഷണ കേന്ദ്രം പൂട്ടണമെന്നൊരു ആവശ്യമില്ല. ശശികുമാറിന്റെ ആവശ്യം AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തണം എന്നുള്ളതാണ് ശശികുമാർ. പക്ഷെ അത് യൂണിവേഴ്സിറ്റി നടത്തണം. യൂണിവേഴ്സിറ്റിയിൽ ചെയറും കൊയറും ഒക്കെ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യം ചെയറൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പല ഗാന്ധിയൻ പഠന കേന്ദ്രമുണ്ട്, പല പഠന കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് അയ്യങ്കാളി സ്റ്റഡി സെന്റർ ഉണ്ട്. അങ്ങനെ പല പഠന കേന്ദ്രങ്ങളുള്ളത് പോലെ ഒരു പഠന കേന്ദ്രമാക്കി AKG സ്റ്റഡി സെന്റർ എന്നുള്ള നിലയിൽ, AKG റിസർച്ച് സെന്റർ എന്നുള്ള നിലയിൽ, പഠന ഗവേഷണ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ള നിലയിൽ യൂണിവേഴ്സിറ്റി ഇത് നടത്തുകയും മാർക്സിസത്തെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റണം എന്നുള്ളതാണ് ശശികുമാറിന്റെ ഡിമാൻഡ്. അതേസമയം യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് വിവരാവകാശം കൊടുത്തപ്പോൾ അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ശ്രീധരമേനോന്റെ ഒരു പുസ്തകത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരു 15 സെന്റിന്റെ കഥ പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം കോടതിയിൽ കൊടുത്തിരിക്കുന്ന നോട്ട് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കൊടുത്തിരിക്കുന്ന നോട്ട് നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടിയതനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സംവിധാനങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും അത് AKG സെന്റർ 15 സെന്റ് സ്ഥലത്തിന് പകരം അത് AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്നതിന് പകരം രണ്ടാണ് ആരോപണം. ഒന്ന്, AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്നില്ല ഒരു ആരോപണമുണ്ട്, അത് 15 സെന്റിന്റെ ആരോപണം. അല്ലാതെ 55 സെന്റ് കയ്യേറിയിരിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. രണ്ടായാലും യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റും ഒക്കെ അത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ച് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് AKG പഠന ഗവേഷണ കേന്ദ്രം അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. മാർക്സിസത്തിന്റെ പ്രസക്തി, ഗാന്ധിസത്തിന്റെ പ്രസക്തി, അതുപോലെ തന്നെ പുതിയ ജനാധിപത്യത്തിന്റെ പ്രസക്തി, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ഡയറക്ടർ വേണം, അതിനൊരു കമ്മിറ്റി വേണം, അതിന് കൃത്യമായ ഒരു സംവിധാനം വേണം. അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നടന്നാൽ നല്ല കോഴ്സും ഒക്കെ നടത്താൻ പറ്റും. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമല്ല, സ്വതന്ത്രമായിട്ടൊരു സംവിധാനമായിട്ട് നിൽക്കുന്നതെങ്കിൽ സ്വതന്ത്ര സംവിധാനത്തിൽ കൊടുക്കുകയും യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്താലും മതി. അഫിലിയേറ്റ് ചെയ്താലും യൂണിവേഴ്സിറ്റി ആ കോഴ്സ് അംഗീകരിച്ചാലൊക്കെ മതിയല്ലോ. കോഴ്സ് അംഗീകരിക്കുക, അവിടെ ഡിപ്ലോമ കോഴ്സും ഡിഗ്രി കോഴ്സും നല്ല ലൈബ്രറിയും റെഫറൻസ് ലൈബ്രറിയൊക്കെ ഉള്ള മനോഹരമായ ഒരു സംവിധാനവും പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഹാള് സെമിനാറുകൾക്കും ശില്പശാലകൾക്കും എല്ലാം ഹാള് കൊടുക്കുകയും മനോഹരമായ ഒരു പഠന ഗവേഷണ കേന്ദ്രമായി അത് മാറട്ടെ. കാരണം അത് അസറ്റായോണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഇടിച്ചു കളയുകയോ അത് തിരിച്ചെടുക്കുകയോ ചെയ്യണോ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ശശികുമാർ ഉയർത്തുന്ന വാദം വളരെ കറക്റ്റാണ്, അദ്ദേഹത്തിന്റെ പോയിന്റുകൾ കറക്റ്റാണ്. അതൊന്ന് ക്രമപ്പെടുത്തണം. അത് കാരണം അതൊരു ഇല്ലീഗൽ പോലെ നിൽക്കുകയാണ്. എല്ലാ കാലവും CPM അതൊരു വലിയ പരാതിയായിട്ട് പരിഭവമായിട്ടേക്ക് നിൽക്കും. അതിനേക്കാൾ നല്ലത് ലീഗലാക്കുക. ലീഗലാക്കുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് AK സെന്ററിന് വേറെ ഓഫീസ് തുറന്നിട്ടുണ്ട്, അതുകൊണ്ട് അപ്പുറത്ത് അവർക്ക് ഓഫീസായിട്ടുണ്ട്, ചിന്തയുടെ ഓഫീസുണ്ട്, തീർച്ചയായിട്ടും CPM നല്ല ഓഫീസുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വളരെ പക്ക ഒരു AKG പഠന ഗവേഷണ കേന്ദ്രമായി തന്നെ തുടരാനുള്ള സംവിധാനവും എല്ലാവർക്കും പബ്ലിക് ലൈബ്രറി അടക്കം പോലെയുള്ള നല്ലൊരു ലൈബ്രറിയും ഒരു മ്യൂസിയവും ഒക്കെ തുടങ്ങി പബ്ലിക്കിന് കൂടി തുറന്നു കൊടുത്താൽ അത് ഒരുപക്ഷെ CPM ചെയ്യുന്ന ഏറ്റവും വലിയ ജനോപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. യൂണിവേഴ്സിറ്റിക്ക് ഇതിനകത്ത് കുറേ ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്ത് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടപ്പിലാക്കുക. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ഗവേഷണ കേന്ദ്രം കൂടി വരട്ടെ.